Hi students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ലോക്കിംഗ് വാർ എന്ന പോയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ 5 സ്റ്റാൻസ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു സമ്മറി ഇങ്ങനെയാണ്. യങ് ലോക്കിംഗ് വാർ could be seen coming from the west. All over the border area, his horse was known as the best. He carried no weapons except for his broadsword. He rode unarmed and alone. Nowhere was there a knight like Lochinvar, as faithful in love and fearless in war like him. He never took a break or slowed down for obstacles. He crossed Esk River even though there were no fords. He got down at a nearby gate. By the time he came, Ellen, his beautiful lover, had already given her consent for her wedding to another. The man was to wed Ellen was lazy in love and useless in war. Lochinvar boldly entered a Netherby hall. The hall was filled with the relatives and kinsmen of Ellen's family. Since the bridegroom said nothing, the bride's father spoke, hand on his sword. The bride's father asked Lochinvar if he had come in peace or for war, or to dance at the wedding. Lochinvar replied that he had long courted Ellen, but her father had denied him the chance to marry her. He said that love swells like a Solway river, but ebbs like the tide. Now he had come with his lost love to dance one dance and drink 1 cup of wine at the wedding. Lochinvar also said that there were prettier maiden in Scotland than Ellen, who would gladly marry him if he gave his consent. Ellen kissed a goblet of wine which Lochinvar took. He gulped down the wine quickly and threw down the cup. Ellen looked down, blushing, and looked up, sighing. She had a smile on her lips and a tear in her eye. Before her mother could stop her, he took her soft hand. Lochinvar then said that they would now dance. 6th stanza. So stately his form, so lovely her face, that never a hall such a galliard did grace. While her mother did fret, her father did fume, and the bridegroom stood dangling his bonnet and plume. And the bridesmaiden whispered, "'Twere better by far to have matched our fair cousin with young Lochinvar." So stately his form. അവൻ്റെ ഫോം വളരെ സ്റ്റേറ്റ്ലി ആയിരുന്നു. അവൻ വളരെ സ്റ്റേറ്റ്ലി ആയിരുന്നു അവൻ്റെ ഫോം. ആൻഡ് സോ ലവ്ലി ഹെർ ഫേസ്. അവൻ വളരെ സ്റ്റേറ്റ്ലി, വളരെ കുലീനനായി, മാന്യനായി കാണപ്പെട്ടു. അതുപോലെ തന്നെ വളരെ ലവ്ലി ഹെർ ഫേസ്. അവളുടെ ഫേസും അതുപോലെ തന്നെ വളരെ ലവ്ലി ആയിരുന്നു, സുന്ദരിയായിരുന്നു. ദാറ്റ് നെവർ എ ഹോൾ സച്ച് എ ഗാലാഡ് ഡിഡ് ഗ്രേസ്. ആ ഹോള് നെവർ എ ഹോൾ സച്ച് എ ഗല്യാഡ് എ ലൈവ്ലി സ്പിരിറ്റഡ് യൂറോപ്യൻ ഡാൻസ് ഫോർ 2. യൂറോപ്യൻ ഡാൻസിൻ രൂപമാണത്. 2 പേര് ഡാൻസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു ഡാൻസ് ഫോമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ര സുന്ദരമായ ഗ്രേസുള്ള ഒരു ഡാൻസ് അവരാരും ആ ഹോളിൽ ഇതുവരെ കാണപ്പെട്ടിട്ടില്ല. വൈൽ ഹെർ മദർ ഡിഡ് ഫ്രെറ്റ്. അവളുടെ അമ്മ ആകെ ഫ്രെറ്റ്, നെർവസ് ആൻഡ് വറീഡായി കാണപ്പെട്ടു. കാരണം കല്യാണത്തിൻ്റെ അന്ന് മകൾ മറ്റൊരു പുരുഷൻ്റെ കൂടെ, അതും പൂർവ്വകാമുകൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക്. ആൻഡ് ഹെർ ഫാദർ ഡിഡ് ഫ്യൂം. അച്ഛൻ വളരെ ആംഗ്രി ആയി കാണപ്പെട്ടു. ഫ്യൂം, വെരി ആംഗ്രി. പക്ഷേ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് സാധാരണ ഫ്യൂം എന്ന് പറയാം. ദെൻ ആൻഡ് ദ ബ്രൈഡ്ഗ്രൂം സ്റ്റുഡ് ഡാംഗ്ലിങ്. അയാളാകെ ഡാംഗ്ലിംഗ് ആയ അവസ്ഥയിലായിരുന്നു. ഹിസ് ബോണറ്റ് ആൻഡ് പ്ലൂം. അയാളുടെ ബോണറ്റ്, ഹെഡ് കവറിങ് ഫോർ ദ വെഡ്ഡിങ്, ടൈഡ് ബൈ 1 റിബൺസ്. ബോണറ്റ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് അയാൾ നിൽക്കുന്ന ആ വേഷത്തിൽ അയാൾ ആകെ ഡാംഗ്ലിംഗ് ആയ അവസ്ഥയിൽ കാണപ്പെട്ടു.
And the bride maiden whispered. ബ്രൈഡിൻ്റെ മെയ്ഡൻ, അവളുടെ തോഴിമാർ, അവളുടെ കസിൻസൊക്കെ ആവാം, അങ്ങനെയുള്ളവർ, അവിടെയുള്ള മറ്റ് യുവതികളായ പെൺകുട്ടികൾ, മെയ്ഡൻസ്, വിസ്പേർഡ്, ഈ കന്യകകളായ പെൺകുട്ടികൾ, അവരുടെ കൂടെ ഉണ്ടാവുന്നവർ അല്ലെങ്കിൽ അവരുടെ തോഴിമാർ, അങ്ങനെയൊക്കെ ആവാം. അവർ വിസ്പർ ചെയ്തു, അവർ പറഞ്ഞു, ഈ ഡാൻസ് കണ്ടിട്ട് അവർ പറഞ്ഞു, ഇറ്റ് വെയർ ബെറ്റർ ബൈ ഫാർ, ഇത് വളരെ ബെറ്റർ ആയിരുന്നു, വളരെ നല്ലതാണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ബൈ ഫാർ, വളരെയധികം നല്ലതാണ്, ടു ഹാവ് മാച്ച്ഡ് അവർ ഫെയർ കസിൻ വിത്ത് യങ് ലോക്കിൻവാർ, നമ്മളുടെ ഫെയർ കസിൻ, നമ്മളുടെ സുന്ദരിയായ കസിൻ ലോക്കിൻവാറിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള വരനേക്കാളും കുറേ കൂടി അവൻ ലോക്കിൻവാറാണ് അവൾക്ക് മാച്ചായിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞു. One touch to her hand, one word in her ear, when they reached the hall door and the charger stood near. So light to the croup, the fair lady he swung. So light to the saddle, before her he sprung. She is one, we are gone, over bank, bush, score, they will have fleet steeds that follow, quoth young Lochinvar. One touch to her hand, അവളുടെ കയ്യിൽ അവനിങ്ങനെ പിടിച്ചു. ആൻഡ് വൺ വേർഡ് ഇൻ ഹെർ ഇയർ, അതിനിടയിൽ അവളുടെ ചെവിയിൽ എന്തോ പറയുകയും ചെയ്തു. വെൻ ദേ റീച്ച്ഡ് ദ ഹാൾ ഡോർ, അങ്ങനെ അവർ ഡാൻസ് ചെയ്ത് അവർ ആ ഹാൾ ഡോറിലെത്തിയ സമയത്ത്, ആൻഡ് ദ ചാർജർ സ്റ്റുഡ് നിയർ, ലോക്കിൻവാർ നേരത്തെ വന്ന ആ ചാർജർ, ആ കുതിര, ആ പ്രദേശത്തെ തന്നെ ഏറ്റവും ബെസ്റ്റായിരുന്നു എന്ന് പറഞ്ഞല്ലോ, സ്റ്റീഡ്, ആ ബോർഡർ ഏരിയയിലുള്ള ദ ബെസ്റ്റ് ആയിരുന്നു എന്ന്, വൈറ്റ് ബോർഡറിലെ ദ ബെസ്റ്റ് എന്ന് പറയപ്പെട്ടിരുന്ന ആ കുതിരയുടെ അടുത്ത് അവരെത്തി. സ്റ്റുഡ് നിയർ, ചാർജർ സോൾജിയറുടെ ഹോഴ്സ്. സോ ലൈറ്റ് ടു ദ ക്രോപ്പ്, ദ ഫെയർ ലേഡി ഹി സ്വങ്, അങ്ങനെ വളരെ ലൈറ്റായി അവൻ എന്ത് ചെയ്തു, ടു ദ ക്രൂപ്പ് ദ റംബ് ഓഫ് എ ഹോഴ്സ് പ്ലേസ് ബിഹൈൻഡ് ദ സാഡിലിന് പുറകിലുള്ള സ്ഥലത്തിനെയാണ് അങ്ങനെ പറയുക. ക്രൂപ്പ്, ദ ഫെയർ ലേഡി ഹി സ്വങ്, അവിടേക്ക് അവൻ ആ പെൺകുട്ടിയെ ഉയർത്തി വെച്ചു. സോ ലൈറ്റ് ടു ദ സാഡിൽ ബിഫോർ ഹെയർ ഹി സ്പ്രങ്, അതുപോലെ തന്നെ വളരെ ലൈറ്റായി, വളരെ എളുപ്പത്തിൽ അവൻ ഉയർത്തി വെക്കുക മാത്രമല്ല, അതുപോലെ തന്നെ ലിഫ്റ്റഡ് അപ്പ് സ്വങ്, വളരെ എളുപ്പത്തിൽ അവൻ പൊക്കി വെച്ചു. ഒപ്പം തന്നെ സാഡിലിൻ്റെ അടുത്ത്, സാഡിൽ ഈ കുതിരപ്പുറത്ത് ഇരിക്കാനുള്ള സീറ്റ്, ആ സാഡിലിൻ്റെ ബിഫോർ ഹെയർ ഹി സ്പ്രങ്, അവൻ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് കയറുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഷീ ഈസ് വൺ, വി ആർ ഗോൺ, അവൾ വിജയിച്ചു, ഞങ്ങൾ പോവുകയാണ്. ഓവർ ബാങ്ക്, ബുഷ് ആൻഡ് സ്കോർ, ഞങ്ങൾ ഈ കടൽ തീരത്ത് കൂടെ, കുറ്റിച്ചെടികൾക്കിടയിലൂടെ, ആൻഡ് സ്കോർ, വഴി എങ്ങനെയായാലും കുഴപ്പമില്ലാന്ന്, അതേപോലെ സ്കോറിലൂടെ, ഈസ്റ്റേൺ ഹിൽസ് ഓഫ് എ ഹിൽ റേഞ്ച് ഇൻ സദേൺ അപ്ലാൻഡ്, ഹൈലാൻഡ് ഓഫ് സ്കോട്ട്ലൻഡ് ബിറ്റ്വീൻ ടു അതർ റെയിൻസ്. ഇപ്പോൾ സ്കോട്ട്ലൻഡിലുള്ള ഒരു ഈ ഗാലോവേ ഹിൽസിൻ്റെ ഭാഗത്തുള്ള ഒരു ഹിൽ റേഞ്ചാണ്, കുന്നിൻ ചെരുവുകൾ, കുന്നിൻ കൂട്ട, അതിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകും. ദേ വിൽ ഹാവ് ഫ്ലീറ്റ് സ്റ്റീഡ്സ് ദാറ്റ് ഫോളോ, അവരുടെ കൂടെ വളരെ വേഗതയിലുള്ള ഫ്ലീറ്റ് സ്റ്റീഡ്സ് ഉണ്ടാവാം. അതുകൊണ്ട് കോത്ത് യങ് ലോക്കിൻവാർ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുതിരപ്പടയുമായി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദേ വിൽ ഹാവ് ഫ്ലീറ്റ് സ്റ്റീഡ് ആസ് ദാറ്റ് ഫോളോ, എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്തുടരാവുന്നതേ ഉള്ളൂ, നിങ്ങളുടെ കുതിരകളിൽ നിങ്ങൾക്ക് പിന്തുടരാം. ഖോത്ത് യങ് ലോക്കിൻവാർ എന്ന് പറഞ്ഞ് ലോക്കിൻവാർ അവളെയും കൊണ്ട് വളരെ വേഗത്തിൽ അവളെ ഉയർത്തി സാഡിലേക്ക് ഇരുത്തി, അതുപോലെ അവനും അവൾക്ക് പിറകിലായി കയറിയിരുന്ന് അവർ രണ്ടുപേരും വളരെ വേഗത്തിൽ പോയി. ഈ പറയാനുള്ളതും ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പുറപ്പെടുകയാണ്, ഏത് തടസ്സവും മറികടന്ന് ഞങ്ങൾ പോകും, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്തുടരാം എന്ന് പറഞ്ഞു. There was mounting Mong German Greymas of the Netherby clan, Frosters, Fenwicks, Musgraves, they rode and they ran. അവിടെ
മൗണ്ടിങ് ഇതുപോലെ തന്നെ ഉണ്ടായി. വീണ്ടും മൗണ്ടിങ് ഉണ്ടായി. മൗണ്ടിങ് കയറുക, കുതിരപ്പുറത്ത് കയറുക. ജോയിനിങ് ഇൻ സർജിങ് റേജ് അഗെയിൻസ്റ്റ് ലോക്കിൻവാറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പുറപ്പെട്ടതാണ്. അതിന് ഇലോപ്പ് വിത്ത് എലനെയും കൊണ്ട് കല്യാണത്തിന് തലേ ദിവസം അവൻ ഒളിച്ചോടുകയാണല്ലോ, ഇലോപ്പ് ചെയ്യാണ്, തട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ കടന്നു കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വളരെ ദേഷ്യം വന്നവർക്ക് അതുകൊണ്ട് അവർ കടന്നു. പിന്നെ ഈ പറയപ്പെട്ട പേരുകളൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഗോത്രങ്ങളുടെ പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗോത്രങ്ങളിലൊക്കെ ആളുകളുണ്ടായിരുന്നു. ദർ വർ റേസിംഗ് ആൻഡ് ചേസിങ് ഓൺ കാനബോൾ ലീ. റേസിങ്ങും ചേസിങ്ങും നടന്നു. എലൻ്റെ പാരൻസിൻ്റെ അഗെയിൻസ്റ്റ് ലോക്കിൻവാർ, ദ സൈഡ് ഓഫ് എലൻസ് പാരൻസ് അഗെയിൻസ്റ്റ് ലോക്കിൻവാറിനെതിരെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്നിച്ചു വന്നു. ഈ പറയപ്പെട്ട ഫെയർവിക്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ പാസ്റ്റർ ലാൻഡ് ഓർ മെഡോ ലീ എന്ന് പറയുന്നത് മെഡോനെയാണ്. കനോബി വില്ലേജ് ഓഫ് സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലൻഡിലെ ഒരു വില്ലേജ്. അപ്പോൾ ആ വഴിയൊക്കെ 2 miles നോർത്ത് ആംഗ്ലോ സ്കോട്ടിഷ് ബോർഡർ കടന്ന് ഉള്ള വഴികളാണ്. അപ്പോൾ ആ വഴികളിലൂടെയൊക്കെ അവർ അവനെ പിന്തുടരാൻ നോക്കി. ബട്ട് ദ ലോസ്റ്റ് ബ്രൈഡ് ഓഫ് നെതർബൈ നെവർ ഡിഡ് ദ സീൻ. അവർ പല വഴിയും നോക്കി. പക്ഷേ നെതർബയിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ട ആ ലോസ്റ്റ് ബ്രൈഡിനെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. സോ ഡെയറിങ് ഇൻ ലവ് ആൻഡ് സോ ഡോൺലെസ് ഇൻ വാർ. പ്രണയത്തിൽ വളരെ ധൈര്യവാനും യുദ്ധത്തിൽ ഒരു ഡോൺലെസ് ആയിട്ടുള്ള വളരെ ധീരനായ ആണാണ്. ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഗാലൻ ലൈക്ക് യങ് ലോക്കിൻവാറിനെ പോലെ ഇത്ര ഗാലൻ്റായ, ധീരനായ, ഡോൺലെസ് ആയിട്ടുള്ള, പ്രണയത്തിൽ വളരെ ഡയറിങ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കില്ല, ലോക്കിൻവാറിനെ പോലെ എന്ന് പറഞ്ഞ് കവി നമ്മളുടെ കവിത അവസാനിപ്പിക്കുകയാണ്. അവർ ആ വഴി യാത്രയായി. പിന്നെ പുറകെ അന്വേഷിച്ചവർക്കൊന്നും അവരെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല. അവർ ദൈലോപ്ഡ്